2 വർഷത്തിലേറെയായി സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട്. PSC അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ 2 വർഷമായി ജോലിയില്ല. ജോലി ചെയ്യണ്ട, ശമ്പളം. യൂണിയൻ പ്രവർത്തനമാണ് പ്രധാന പ്രവർത്തനം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ഞാൻ പറഞ്ഞു വരുന്നത്, വാമനപുരം ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ, അതായത് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് വാമനപുരത്തേക്ക് പോകുന്നതിനിടയ്ക്കാണ് ഇടതുവശത്തായി വാമനപുരം ഫാമിലി ഹെൽത്ത് സെൻ്റർ ഇരിക്കുന്നത്. അവിടുത്തെ ഡ്രൈവർ തസ്തികയിലുള്ള ഒരു വ്യക്തി, ഞാൻ പേര് പറയുന്നില്ല, വ്യക്തിപരമായി നമുക്ക് വിഷയമല്ല, തസ്തികയോടാണ് നമുക്ക് പ്രധാനം. ഡ്രൈവർ തസ്തികയിലിരിക്കുന്ന ആൾ അവിടുത്തെ യൂണിയൻ്റെ ഏരിയ നേതാവ് കൂടിയാണ്. ഏത് യൂണിയനാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതൊരു വിഷയമല്ല, അതല്ല നമ്മുടെ വിഷയം. പക്ഷേ 2-2.5 വർഷമായി ജോലിയില്ല. ജോലി ചെയ്യേണ്ട, ശമ്പളം കിട്ടും. ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് സംസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത്. നമ്മുടെ വീണ ജോർജ് പറഞ്ഞത് എത്ര പക്കയാണ്. കാരണം നമ്മുടെ സിസ്റ്റം വലിയ ഫെയിലൂറാണ്. 15,000-ഓളം വാഹനങ്ങൾ, അതായത് കാറ്, അങ്ങനെ ജീപ്പ്, ഇങ്ങനെ 15,000-ഓളം എണ്ണം 15 വർഷം കഴിഞ്ഞതിനെ കട്ടപ്പുറത്ത് കയറ്റുകയോ ഓപ്ഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പല വണ്ടികൾ ഓപ്ഷൻ ചെയ്യാൻ കിടക്കുന്നു, അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊന്നും പുതിയ വണ്ടി എടുത്തിട്ടില്ല. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണവും അല്ലാത്ത കാരണങ്ങളാൽ വണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ ഒരു 15,000 പേരെങ്കിലും പ്രതിമാസം 50,000 രൂപ വെച്ച് എത്ര കോടി വരുമെന്ന് നിങ്ങൾ കണക്കാക്കിക്കോളൂ. ഇവിടെ കെട്ടിടം വയ്ക്കാൻ പൈസയില്ല, മെഡിക്കൽ കോളേജിൽ ഉപകരണം വാങ്ങിക്കാൻ പൈസയില്ല, ഒന്നിനും പൈസ ഇല്ലാത്ത രാജ്യമാണ്, സംസ്ഥാനമാണ്. നിങ്ങൾ കണക്ക് എടുത്തോളൂ, എത്ര കോടി രൂപയാണ് നമുക്ക് ഈ 15,000 ഡ്രൈവർമാർക്ക് ഒരു ജോലിയുമില്ലാതെ. വാമനപുരത്തെ കേസ് 2 വർഷമാണെങ്കിൽ, അതായത് 2.5 വർഷമാണെങ്കിൽ, ബാക്കി എത്രയോ സ്ഥലങ്ങളിൽ, പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും ജില്ലകളിലും 1,500-ഓളം പേരെങ്കിലും ആരോഗ്യവകുപ്പിൽ മാത്രം വരും. ബാക്കി ഞാൻ 15,000-ൽ പറഞ്ഞൊരു 13,500 പേര് എല്ലാ വകുപ്പുകളിലുമായിട്ട്. എന്നാൽ 2015 മുമ്പ് ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് PSC ഒരു ഉത്തരവിറക്കി. 2015 ശേഷം അപ്പോയിൻ്റ് ചെയ്ത് കിട്ടുന്ന ഡ്രൈവർമാർക്ക് ഡ്രൈവർ കം OA എന്ന് പറഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സമയം ഇല്ലാത്ത സമയം, വണ്ടി പിന്നെ കേടാവുക, വർക്ക്ഷോപ്പിലാവുക, അല്ലെങ്കിൽ വണ്ടി ഓപ്ഷൻ ചെയ്യുക, വണ്ടി ഇല്ലാത്ത സമയത്ത് ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് കൂടി ജോലി ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ ഉള്ളത് കൊണ്ട് അങ്ങനെയാണ് PSC അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അവർക്കൊരിക്കലും മറ്റ് ജോലിയിൽ സഹായിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ 2015 മുമ്പ് ഉത്തരവ് കിട്ടിയിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ഈ സുഖലോലുപരായി നടക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു കൃത്യമായി ഡേറ്റയുടെ ബേസിൽ പറയുകയാണ്. ആളാരാണെന്നറിയാം. അവിടുത്തെ സംവിധാനങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലല്ല, നമ്മുടെ വിവരങ്ങൾ എടുക്കേണ്ട തലങ്ങളിൽ നിന്ന് വിവരം എടുത്തത്. പക്ഷേ എനിക്ക് അവിടുത്തെ നമ്മുടെ മെഡിക്കൽ ഓഫീസറുമായി എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ആധികാരികമായി മറ്റ് തലങ്ങളിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് വളരെ കൃത്യമായി ആധികാരികമായിട്ടാണ് പറയുന്നത്. 2 വർഷമായി, 2 വർഷത്തിന് മുകളിലായി വാമനപുരം PHCയിലെ FHC ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ ഡ്രൈവറുടെ ജോലി പിന്നെ യൂണിയൻ പ്രവർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, സർക്കാർ വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാരണവശാലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. വണ്ടി കൊള്ളപ്പോൾ അദ്ദേഹം വണ്ടി ഓടിക്കും, സത്യസന്ധനായ ഡ്രൈവറാണ്, നല്ല ഡ്രൈവറാണ്. പക്ഷേ സർക്കാർ വണ്ടി വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ 15,000 പേര്, 1,500 പേർ ആരോഗ്യവകുപ്പിൽ മാത്രം. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഇറക്കേണ്ട ഒരു ഉത്തരവ്. 2015 മുമ്പ് ശേഷം PSC ഇറക്കിയ ഒരു ഉത്തരവുണ്ട്. അതുപോലെ സർക്കാരിന് വേണമെങ്കിൽ ഉത്തരവിറക്കാം. കേരളത്തിലെ 15,000-ഓളം വരുന്ന വാഹനം, 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഷെഡിൽ കയറ്റുകയോ ഓപ്ഷൻ ചെയ്യുകയോ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഡ്രൈവർമാർക്ക് ജോലിയില്ലെങ്കിൽ അവരെ ഓഫീസ് അസിസ്റ്റൻറ്റുമാരായോ മറ്റ് വർക്കുകളിലേക്ക് ഡിപ്ലോയ് ചെയ്യാം. മാത്രമല്ല, അവരെ താൽക്കാലികമായി ഈ സ്ഥലങ്ങളിൽ വാഹനം വരുന്നതുവരെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ വാഹനമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറ്റാം. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ധാരാളം ഡ്രൈവറുടെ ക്ഷാമമുണ്ട്, അങ്ങോട്ടേക്ക് മാറ്റാം. അവർ ഡ്രൈവിംഗ് പണിയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങോട്ട് മാറ്റാം. അല്ല, മറ്റ് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അവരെ ഓഫീസ് വർക്കുകളും കൂടെ ചെയ്യിക്കാം. ഇതിലേത് വേണമെന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കണം. ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യമാണ്. ധനകാര്യ വിജിലൻസ് വിഭാഗം ഇവിടെ ഉണ്ട്, അവരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഡ്രൈവർമാരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ വണ്ടി കൊടുത്താൽ മാത്രമേ ഡ്രൈവർക്ക് അത് ഓടിക്കാൻ കഴിയൂ, അല്ല അദ്ദേഹത്തിന് സ്വന്തം കയ്യിൽ നിന്ന് വാഹനം വാങ്ങി ഓടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഡ്രൈവർമാരെ ഒരു കാരണവശാലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആ ഹോസ്പിറ്റലുകാരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ RMO, DMO, MO നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം വാഹനം വാങ്ങിക്കൊടുക്കേണ്ടത് സർക്കാരാണ്. ഒന്നുകിൽ നിങ്ങൾ അടിയന്തരമായി
വാഹനം വാങ്ങി കൊടുക്കുക. അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും നമുക്കില്ല. നമ്മൾ ഈ പറയുന്ന പോലുള്ള കാശൊന്നും ഖജനാവിലില്ല. കാലിയായ ഖജനാവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ആഘോഷമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇവരെ താൽക്കാലികമായി ഇവർ PSC ഹോൾഡേഴ്സ് ആയതുകൊണ്ട് പിരിച്ചുവിടാനും പറ്റത്തില്ല. ശമ്പളം കൊടുത്തേ പറ്റൂ 56 വയസ്സ് വരെ. അതുകൊണ്ട് താൽക്കാലികമായി ഇവരെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലോ പഞ്ചായത്തുകളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അവർക്ക് മറ്റു പണി കൊടുക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവിറക്കുക. ഇത് വളരെ ഗൗരവമാണ്. എന്തായാലും യൂണിയൻ പ്രവർത്തനങ്ങൾ പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കാൻ സർക്കാരിൻ്റെ ശമ്പളം കൊടുക്കാൻ പറ്റില്ല. കാരണം പഴയ സർക്കാരല്ല. ഇവിടെ DA കൊടുക്കാൻ പറ്റുന്നില്ല, ശമ്പള പരിഷ്കരണമില്ല, പിന്നെ പങ്കാളിത്ത പെൻഷൻ മാറ്റാൻ പറ്റുന്നില്ല. ആരോഗ്യവകുപ്പിലാണെങ്കിൽ കെട്ടിടങ്ങൾക്ക് പിന്നെ പിന്നെ പണിയാൻ പൈസയില്ല, മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ നടത്താൻ ഉപകരണം വാങ്ങിച്ചു കൊടുക്കാൻ പൈസയില്ല. ആ സമയത്താണ് നമ്മെ നാട്ടിൽ ഇങ്ങനെയും കുറേ ആളുകൾ നിശബ്ദമായി ജോലി ചെയ്യാതിരിക്കുന്നത്. അവർ PSC ജോലി കിട്ടിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് കൊടിയ ക്രിമിനൽ കുറ്റമാണ്. അടിയന്തരമായി സർക്കാർ അതിനകത്ത് ഇടപെടണം. അതുകൊണ്ട് വാമനപുരം FH പോലുള്ള ഹോസ്പിറ്റലുകാരുടെ അവിടുത്തെ ആളുകളോട് പറയാനുള്ളത്, അതിൻ്റെ അധികാരികളോട് പറയാനുള്ളത്, നിങ്ങൾ അടിയന്തരമായി അവിടുത്തെ ഡ്രൈവർമായി ഒരു അണ്ടർസ്റ്റാൻഡിങ്, കാരണം അവർ PSC നോംസ് ആയതുകൊണ്ട് അവരെ തല്ലാനും പിടിക്കാനൊന്നും പറ്റത്തില്ല, അവരുമായി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി അവർക്ക് മറ്റ് വർക്കുകൾ കൊടുക്കുക. ആ വർക്കിലേക്ക് ഡ്രൈവർമാരും വരിക. അല്ലെങ്കിൽ വണ്ടിയില്ലാത്ത സ്ഥാപനങ്ങളിലെ ഡ്രൈവർമാർക്ക് ശമ്പളമൊന്നും കൊടുക്കണ്ടെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ തീരുമാനം ഗവൺമെൻറ് എടുത്തു പോയാൽ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നിർബന്ധമായും ഡ്രൈവർമാരും കൂടി അതിനകത്ത് പങ്കെടുക്കുക. എന്തായാലും വാമനപുരത്തൊരു കേസ് വളരെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോഴാണ് അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ പിന്നെ ഒന്നിനെ പിടിക്കാൻ നോക്കുമ്പോൾ അത് ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി ചെക്ക് ചെയ്യുമ്പോൾ 1000 കുഴപ്പങ്ങളാണ് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വീണ ജോർജിന് ബിഗ് സല്യൂട്ട്. നമ്മുടെ സിസ്റ്റം ഫെയിലുവർ തന്നെയാണ് മാഡം.